തടഞ്ഞു നിർത്തിയേ മതിയാവൂ. 11,000 വോട്ടിന് പിന്നിൽ 11,000 വോട്ടുകൾക്ക് പ്രധാനമന്ത്രി വീഴ്ചയാണ്. 11,000 വോട്ടിന്റെ പിന്നിൽ നിൽക്കുന്ന നരേന്ദ്രമോദി 10 വർഷത്തിനിടയിൽ ഇന്ത്യൻ രാഷ്ട്രീയം കണ്ട ഏറ്റവും വലിയ തിരിച്ചടി നരേന്ദ്രമോദി നേരിടുകയാണ്. അന്തിമ ഫലം എന്തായാലും 11,000 കാര്യം ഒരു ദുസ്വപ്നത്തിൽ പോലും ബിജെപിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമോ? 11,000 വോട്ടിന് വാരാണസിയിൽ കാശി വിശ്വനാഥന്റെ മണ്ണിൽ നരേന്ദ്രമോദി പിന്നിൽ. 11,000 ഇന്ത്യ ലീഡെടുത്തു. 245ലേക്ക് NDA മുന്നണി എത്തിയിരിക്കുന്നു. 2 സീറ്റുകൾ അധികം ഇന്ത്യ മുന്നണി 243. ആകാംക്ഷയുടെ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന്റെ യുദ്ധബുദ്ധിയുടെ നിമിഷം എന്നത് പറയേണ്ടതുണ്ട്. 245 വോട്ട് സീറ്റുകളിൽ ലീഡ് ചെയ്ത് NDA 243 കടന്നിരിക്കുന്നു. കേരളത്തിൽ ആദ്യമായി ബിജെപി അക്കൗണ്ട് തുറക്കാൻ പോവുകയാണോ? 5081 വോട്ടുകൾക്ക് സുരേഷ് ഗോപി സൂചനയാണ്. 5000 കടക്കുന്നു. സുരേഷ് ഗോപിയുടെ ലീഡ് 5147. തൃശ്ശൂരിനോട് സുരേഷ് ഗോപി പറയുന്നു, ഓർമ്മ വെച്ചോളൂ ഈ മുഖം. സുരേഷ് ഗോപി ലീഡ് ചെയ്യുന്നു. ഒപ്പം വടകരയിൽ UDF 1607 വോട്ടുകൾക്ക് KK ശൈലജയേക്കാൾ ഷാഫി പറമ്പിൽ ലീഡ് ചെയ്യുകയാണ്. എത്ര മണ്ഡലങ്ങളിലാണ് കേരളത്തിൽ BJP രണ്ടാമതെന്ന് നോക്കൂ. വെറും 184 വോട്ടുകൾക്ക് മാത്രമാണ് KC വേണുഗോപാൽ ശോഭാ സുരേന്ദ്രനേക്കാൾ മുമ്പിലുള്ളത്. ആലപ്പുഴയിൽ അവിശ്വസനീയമാണ്. ഇന്ത്യയിലെ കാര്യങ്ങൾ അവിശ്വസനീയം, കേരളത്തിലെ കാര്യങ്ങൾ അവിശ്വസനീയം. ഒരു ഘട്ടത്തിൽ ലീഡെടുത്ത ശോഭാ സുരേന്ദ്രൻ 184 വോട്ടുകളിൽ 2ാം സ്ഥാനത്ത്. AM ആരിഫ് ആലപ്പുഴയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച AM ആരിഫ് 3ാം സ്ഥാനത്ത്. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനും KC വേണുഗോപാലും തമ്മിൽ മത്സരം. കോഴിക്കോട്ട് MK രാഘവനും MT രമേശും തമ്മിൽ മത്സരം. എറണാകുളത്ത് ഹൈബി ഈഡനും KS രാധാകൃഷ്ണനും തമ്മിൽ മത്സരം. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരും ശശി തരൂരും തമ്മിൽ മത്സരം. UP-യിൽ നിന്ന് മറ്റൊരു വാർത്ത കൂടി. അമേഠിയിൽ സ്മൃതി ഇറാനി പുറകിലാണ് 3198 വോട്ടുകൾക്ക്. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ച സ്മൃതി ഇറാനി സ്മൃതി ഇറാനി വയനാട്ടിലെ കോടി ഒളിച്ചു എന്ന് പറഞ്ഞ ഹരിയാനയിൽ മനോഹർ ലാൽ ഖട്ടാർ പിന്നിൽ. ഹരിയാനയിലെ ജാട്ട് രോഷം ഏറെക്കുറെ BJP അവിടെ കുഴിച്ചു. നമ്പറുകൾ മാറി മറിയുന്നുണ്ട്. 255ലേക്ക് നേരത്തെ മാജിക് നമ്പറിൽ 244 എന്ന് നിന്ന് 244 കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തെ കുറിച്ച് ഒരുപാട് പരാതികൾ ഉണ്ടായിരുന്നു. കിഷോരി ലാൽ ശർമ്മ അത് ക്ലിക്ക് ഇടുന്നു വിചാരിക്കണോ നമ്മൾ?